Hello everyone, welcome to the next section, Module 3, Lecture 7, B-Spline Curves. In this section, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു B-Spline Curves, ഇക്വേഷൻസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മളിതിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ബേസിയർ കർവ്സിനെ കുറിച്ചായിരുന്നു. ബേസിയർ കർവ്സിനെ നിന്ന് പോലെ തന്നെ സെയിമായിട്ട് വരുന്നൊരു കാറ്റഗറി തന്നെയാണ് B-Spline Curves. B-Spline curves provides another effective methods besides that of Bezier. Bezier കർവിനേക്കാളും ഒരു എഫക്റ്റീവ് മെത്തേഡിൽ നമുക്ക് കർവ്സ് വരയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബേസിയർ കർവ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ആൾസോ ദേ പ്രൊവൈഡ് ലോക്കൽ കൺട്രോൾ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. ലോക്കൽ കൺട്രോൾ ഓഫ് ദ കർവ് ഷേപ്പ് ആസ് ഓപ്പോസിറ്റ് ടു ഗ്ലോബൽ കൺട്രോൾ. അപ്പോൾ രണ്ട് ടൈപ്പിലെ കൺട്രോൾസ് ആണ് വരുന്നത്, ലോക്കൽ കൺട്രോളും ഗ്ലോബൽ കൺട്രോൾ. അപ്പോൾ നമ്മുടെ ബേസിയർ കർവ്സ് എന്ന് പറയുന്നത് ഗ്ലോബൽ കൺട്രോളിലുള്ളതാണ്. പക്ഷേ B-Spline കർവ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതൊരു ലോക്കൽ കൺട്രോളിലുള്ളതാണ്. അപ്പോൾ ലോക്കൽ കൺട്രോളും ഗ്ലോബൽ കൺട്രോളും എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ ലോക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കൺട്രോൾ പോയിന്റ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ P0, P1, P2 എന്ന് പറഞ്ഞ 3 കൺട്രോൾ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഈ കൺട്രോൾ പോയിന്റ്സിനെ കണക്ട് ചെയ്തിട്ട് നമ്മുടെ പോളിഗൺ ഉണ്ട്. അപ്പോൾ ഇതിനിടയിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കർവ് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കർവിൻ്റെ ഏതെങ്കിലും ഒരു കൺട്രോൾ പോയിന്റ്സിനെ നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ ലോക്കൽ കൺട്രോൾ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, പർട്ടിക്കുലർ പോയിന്റിൽ ഞാൻ ചേഞ്ച് ചെയ്യുന്ന ആ പർട്ടിക്കുലർ ഏരിയ ഓഫ് ദ കർവ് മാത്രമേ എന്താവുന്നുള്ളൂ, ആൾട്ടർ ആവുന്നുള്ളൂ. പക്ഷേ ഗ്ലോബൽ കൺട്രോൾ ആവുകയാണെങ്കിൽ എന്തായിരുന്നു, ടോട്ടലി കർവിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യും. ഇപ്പം ഗ്ലോബൽ കൺട്രോളിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇതേപോലെ P0, P1, P2 എന്ന് പറഞ്ഞിട്ട് 3 പോയിന്റ്സ് ഉണ്ട്. P പോയിന്റ്സിന് നമ്മൾ കണ്ടിട്ടൊരു കർവ് ഉണ്ട്. അപ്പോൾ നമ്മൾ P1 പോയിന്റിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും, ഈ കർവ് ഒരു ന്യൂ പൊസിഷനിലേക്ക് ചേഞ്ച് ആയിട്ട് മാറും. ഇപ്പോൾ P1 നമ്മൾ P1 ഡാഷ് ആക്കി കഴിഞ്ഞാൽ ഈ കർവ് ഒരു ന്യൂ പൊസിഷനിലേക്ക് ചേഞ്ച് ആവും. അതേസമയം നമ്മൾ ലോക്കൽ കൺട്രോളിലാണെങ്കിൽ ഇപ്പം P1 ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ന്യൂ പൊസിഷനിലേക്ക് ചേഞ്ച് ആവില്ല. അപ്പോൾ നമുക്കത് ഒരു കർവിൻ്റെ ഇക്വേഷൻ, ഒരു കർവ് നോക്കാം. P0, P1, P2, P3. ഇതിനകത്തൂടെ നമ്മളൊരു കർവ് പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ കർവ്. അപ്പോൾ ഈ കർവിനകത്ത് നമ്മൾ P1 ഇവിടുന്ന് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഇവിടേക്കൊരു P1 ഡാഷ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ കർവിൻ്റെ വേറെ ഷേപ്പുകളൊന്നും മാറത്തില്ല, ഈ പർട്ടിക്കുലർ പോർഷൻ മാത്രം ചേഞ്ച് ചെയ്യും. ചേഞ്ച് ചെയ്തതിന് ശേഷം കർവ് ആ പഴയ വേയിൽ കൂടെ തന്നെ പോകും. അപ്പോൾ ഇതിന് നമ്മളിതിനെ ഡിവൈഡ് ചെയ്തിട്ട് കൺട്രോൾ പോയിന്റ്സ് K1, K2, K3 എന്ന് പറഞ്ഞ പോയിന്റ്സ് ആയിട്ട് നമ്മൾ എന്താറുണ്ട്, ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് ലോക്കൽ കൺട്രോളും ഗ്ലോബൽ കൺട്രോളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. സോ B-Spline കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്രൊവൈഡ് ലോക്കൽ കൺട്രോൾ ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ദേ ആൾസോ പ്രൊവൈഡ് ദ എബിലിറ്റി ടു ഔട്ട് കൺട്രോൾ പോയിന്റ്സ് വിത്തൗട്ട് ഇൻക്രീസിങ് ദ ഡിഗ്രി ഓഫ് കർവ്. ഡിഗ്രി ഓഫ് കർവിനെ, ഇപ്പോൾ കർവിൻ്റെ ഡിഗ്രിയെ ഇൻക്രീസ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ പോയിന്റ്സ് അതിനകത്ത് ഇൻക്രീസ് ചെയ്യും. പോയ പോലെ തന്നെ P1, P2, P3 എന്ന് പറഞ്ഞാൽ നമുക്ക് കൺട്രോൾ പോയിന്റ്സിനെ ആഡ് ചെയ്യാനായിട്ട് ഇതിനകത്ത് സാധിക്കും, B-Spline കർവിനകത്ത് സാധിക്കും. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഹാവ് ദ എബിലിറ്റി ടു ഇന്റർപോളേറ്റ് ദ അപ്രോക്സിമേറ്റ് എ സെറ്റ് ഓഫ് ഗിവൺ ഡാറ്റ പോയിന്റ്സ്. ഇപ്പോൾ ഇതിന് കുറേ ഡാറ്റ പോയിന്റ്സിനെ അപ്രോക്സിമേറ്റ് ചെയ്യാനുള്ളൊരു എബിലിറ്റിയും എന്തിനുണ്ട്, B-Spline കർവിനുണ്ട്. നെക്സ്റ്റ് നമുക്ക് B-Spline കർവിൻ്റെ ഇക്വേഷൻ നോക്കാം. B-Spline കർവ് ഈസ് ഡിഫൈൻഡ് ബൈ n+1 കൺട്രോൾ പോയിന്റ്സ് Pi. നമ്മൾ നേരത്തെ പഠിച്ച ബേസിയർ കർവ് പോലെ തന്നെ B-Spline കർവിനകത്തും n+1 കൺട്രോൾ പോയിന്റ്സ് ആണ് വരുന്നതെങ്കിൽ P of u is equal to sigma I is equal to 0 to n P of I n of I, K of u ആയിരിക്കും. അപ്പോൾ യുവിൻ്റെ വാല്യൂ ലൈസ് ചെയ്തിരിക്കുന്നത് 0യ്ക്കും u മാക്സിമത്തിനും ഇടയിലായിരിക്കും. ഇതിനകത്ത് NIയും K of uവും എന്തായിരിക്കും, B-Spline ഫങ്ഷൻസ് ആയിരിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞാൽ B-Spline ഫങ്ഷൻസ് NI, KU എന്ന് പറയുന്നത് B-Spline ഫങ്ഷൻസിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് ആദ്യത്തേതാണ് പാർട്ടീഷൻ ഓഫ് യൂണിറ്റി. പാർട്ടീഷൻ ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ സിഗ്മ ഈസ് ഈക്വൽ ടു 0 to n NI K of u എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈക്വൽ ടു 1 ആയി. ഇതെന്ന് പറയുന്നത് ഇൻഷുവേഴ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കർവ് ആൻഡ് ഇറ്റ്സ് ഡിഫൈനിങ് കൺട്രോൾ പോയിന്റ് ഈസ് ഇൻവേരിയൻറ്റ് അണ്ടർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇത്
റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കർവിനെയും അതിൻ്റെ കൺട്രോൾ പോയിന്റ്സിനെയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് എന്ന് പറയുന്നത് പാർട്ടീഷൻ ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡ് വണ്ണാണ് പോസിറ്റിവിറ്റി. പോസിറ്റിവിറ്റി എന്ന് പറയുമ്പം NI, K(u) ഫങ്ഷൻസ് എന്തായിരിക്കും ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇത് എൻഷുർസ് ദാറ്റ് ദ കർവ് സെഗ്മെന്റ് ലൈസ് കംപ്ലീറ്റ്ലി വിത്തിൻ ദ കോൺവെക്സ് ഹൾ ഓഫ് PI. കോൺവെക്സ് ഹൾ ഓഫ് PI എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സെഗ്മെന്റ് വരുന്ന ഏരിയയ്ക്ക് കംപ്ലീറ്റ്ലി എന്തായിരിക്കും വിത്തിനായിരിക്കും, അതിനുള്ളിലായിരിക്കും നമ്മുടെ കർവ് വരുന്നത്. അപ്പോൾ കോൺവെക്സ് ഹൾ എന്ന് പറയുന്നത് എൻ്റെ ഈ ഏരിയയ്ക്കാണ്, നമ്മൾ ഹാച്ച് ചെയ്തിരിക്കുന്ന ഏരിയയ്ക്കാണ് കോൺവെക്സ്. അപ്പോൾ കർവ് ഇൻ്റർപ്രേറ്റ് ചെയ്യുന്ന പോളിഗണിന് ഉള്ളിൽ വരുന്ന ഏരിയയ്ക്കാണ് നമ്മൾ എന്താ പറയുന്നത് കോൺവെക്സ് ഹൾ എന്ന് പറയും. നെക്സ്റ്റ് ലോക്കൽ സപ്പോർട്ട് NI K(u) is equal to 0 ആവുന്നത്. അതെന്ന് പറഞ്ഞാൽ U is into UI, UI plus K plus 1 വരുന്ന കണ്ടീഷൻ. Indicates that each segment of the B-Spline curve is influenced by only K control points. അപ്പം ഓരോ സെഗ്മെന്റും B-Spline കർവിനെ എന്തായിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് K കൺട്രോൾ പോയിന്റ്സിലായിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്. പോയിന്റ്സ് ഓഫേർഡ് ബൈ K കർവ് സെഗ്മെന്റ്സ്. അതേപോലെ K കൺട്രോൾ പോയിന്റ്സും K കർവ് സെഗ്മെന്റ്സിലായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത് ലോക്കൽ സപ്പോർട്ടിനകത്ത് പറയുന്നത് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കണ്ടിന്യൂറ്റി. ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ് കണ്ടിന്യൂറ്റി. NI K(u) ഈസ് K-2 ടൈംസ് കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യൽ ആയിരിക്കും. അപ്പോൾ N(k)നെ നമുക്ക് എന്ത് ചെയ്യാം K-2 ടൈമിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയാണ് നമ്മുടെ ആ ഫങ്ഷൻ B-Spline ഫങ്ഷൻസിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. B-Spline function also has the property of regression which is defined as NI of K(u). ഈ NI of K(u) എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ഇക്വേഷനകത്ത് P(u) is equal to ഈ NI of K(u) ആണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷന് നമ്മൾ 1 കൊടുക്കാം. അപ്പം NI of K(u)ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് U minus UI into NI of K minus 1 into U divided by UI plus K minus 1 minus UI plus UI plus K minus U into NI plus 1 comma K minus 1 of U divided by UI plus K minus UI plus 1. ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കും. ഇതിനകത്ത് NI, 1 എന്ന് പറയുന്നത് രണ്ട് കണ്ടീഷനാണ് വരുന്നത്. ഒന്ന് U ഈസ് ഇൻ ബിറ്റ്വീൻ UI ആൻഡ് UI plus 1 ആണെങ്കിൽ 1ഉം അതർവൈസ് എന്തായിരിക്കും 0 ആയിരിക്കും. നെക്സ്റ്റ് choose 0 by 0 is equal to 0 if the denominator in equation 2, ഈ ഇക്വേഷനകത്തെ ഡിനോമിനേറ്റർ എന്താകുന്നു 0 ആയിട്ട് മാറുന്നു. ആൻഡ് നെക്സ്റ്റ് ഇക്വേഷൻ 3 ഷോസ് ദാറ്റ് NI, 1 ഈസ് എ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. അപ്പോൾ NI, 1 എന്നതായിരിക്കും ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിരിക്കും. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് B-Spline curve. First one, the local control of the curve can be achieved by changing the position of a control point or points using multiple control points by placing several points at the same location or by choosing a different degree, that is K minus 1. അപ്പോൾ നമുക്ക് ലോക്കൽ കൺട്രോൾ ഓഫ് ദ കർവിനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പൊസിഷൻ ഓഫ് ദ കൺട്രോൾ പോയിൻറ്റ്സിൻ്റെ പൊസിഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ കൺട്രോൾ പോയിൻറ്റ്സിനെ പ്ലേസ് ചെയ്യുക, സെവറൽ പോയിൻറ്റ്സിൽ പ്ലേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സെയിം ലൊക്കേഷനിലെ സെവറൽ പ്ലേസസിൽ മൾട്ടിപ്പിൾ കൺട്രോൾ പോയിൻറ്റ്സിനെ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ഡിഫറെൻറ്റ് ഡിഗ്രി K-1 ഒരു ഡിഫറെൻറ്റ് ഡിഗ്രി നമ്മൾ ചൂസ് ചെയ്യണം. അപ്പം ചേഞ്ചിങ് വൺ കൺട്രോൾ പോയിൻറ്റ് അഫക്റ്റ് ഓൺലി K സെഗ്മെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ആ പർട്ടിക്കുലർ സെഗ്മെൻറ്റിനെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഒരു കൺട്രോൾ പോയിൻറ്റ് അഫക്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ താഴെ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. ദ ലോക്കൽ കൺട്രോൾ ഫോർ എ ക്യൂബിക് B-Spline കർവ് ഈസ് മൂവിങ് P3 to P3 ഡാഷ്. അതിനകത്ത് P0, P1, P2, P3 നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, P3 ഡാഷിലേക്ക് ചേഞ്ച് ആയി കഴിയുമ്പോൾ ആ കർവിൻ്റെ ഷേപ്പിൽ വന്ന ചേഞ്ചസ് നിങ്ങൾക്ക് ആദ്യത്തിനകത്ത് കാണാൻ പറ്റും. ഇനി അതേപോലെ നമ്മളതിനെ P3 ഡബിൾ ഡാഷിലേക്ക് മാറ്റും, താഴത്തെ കൺട്രോൾ പോയിന്റിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോഴും ആ കർവിൽ വന്ന ചേഞ്ചസ് നമുക്ക് കാണുന്നത്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രമേ എന്ത് ചേഞ്ച് ചെയ്യുന്നുള്ളൂ, ബാക്കി ഏരിയാസിലൊന്നും കർവിനകത്ത് ചേഞ്ചസ് വരുന്നില്ല. സെക്കൻഡ്, എ നോൺ പീരിയോഡിക് B-Spline കർവ് പാസസ് ത്രൂ ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് control points P0 and Pn1 as the
and its tangent to the first P1 minus P0 and last Pn1 plus minus Pn segments of the control polygon similar to the Bezier curve. ഇതെന്ന് പറയുന്നത് ഒരു നോൺ പീരിയോഡിക് B-Spline കർവ് പാസ് ചെയ്യുന്ന ഏതായിരിക്കും ഫസ്റ്റിലെയും ലാസ്റ്റിലെയും കൺട്രോൾ പോയിൻറ്റ്സ്, അതായത് P0 ആൻഡ് Pn. അതേപോലെ അതിൻ്റെ ടാൻജൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റിൽ Pn1 പ്ലസിനും മൈനസ് Pn വരുന്ന കൺട്രോൾ പോളിഗണിന് ടാൻജൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് തേർഡ്, ഇൻക്രീസ് ദ ഡിഗ്രി ഓഫ് ദ കർവ് ടൈറ്റൻസ് ഇൻ ജനറൽ ദ ലെസ് ദ ഡിഗ്രി ദ ക്ലോസർ ദ കർവ് ഗെറ്റ്സ് ടു ദ കൺട്രോൾ പോയിൻറ്റ്സ്. എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഗ്രി ഓഫ് ദ കർവ് ഇതിനെ ടൈറ്റൺ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ജനറലായി പറയുകയാണെങ്കിൽ ഡിഗ്രി വളരെ കുറവാണെങ്കിൽ എന്തായിരിക്കും ഈ കർവ് നമുക്ക് വളരെ ക്ലോസ് ആയിരിക്കും ഇതിനായിട്ട് കൺട്രോൾ പോയിൻറ്റ്സ്. അതാണ് നമ്മൾ ആ ഫിഗറിൽ കൊടുത്തത്. K = 1 ആണെങ്കിൽ എന്തായിരിക്കും 0 ഡിഗ്രി കർവ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ദ കർവ് ദെൻ ബിക്കംസ് ദ കൺട്രോൾ പോയിൻറ്റ്സ് ദംസെൽസ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ കർവ് കൺട്രോൾ പോയിൻറ്റ്സ് തന്നെയായിട്ട് മാറുന്ന കേസസും വരുന്നുണ്ട്. ഇനി K = 2 ആണെങ്കിൽ എന്ത് വരും, ദ കർവ് ബിക്കം എ പോളിഗൺ സെഗ്മെൻറ്റ് ആയി മാറുന്നു. K2 ആകുമ്പോൾ. K3 ആവുകയാണെങ്കിൽ ക്വാഡ്രാറ്റിക്, 4 ആണെങ്കിൽ ക്യൂബിക്ക്, 6 ആണെങ്കിൽ ക്യൂണിറ്റിക്ക്. ഇതൊക്കെ നമുക്ക് ആ താഴത്തെ ഫിഗറിനകത്ത് കാണുന്നതാണ് കർവ് പോയിൻറ്റ്സിന് വേരി ചെയ്യുന്നതനുസരിച്ച്. ഫോർത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡിഗ്രി കർവ് ഈസ് ആൾവേസ് ടാൻജൻറ്റ് ടു ദ മിഡ് പോയിന്റ് ഓഫ് ആൾ ദ ഇൻറ്റേർണൽ പോളിഗൺ സെഗ്മെൻറ്റ്. ഒരു സെക്കൻഡ് ഡിഗ്രി കർവ് എന്ന് പറയുന്നത് നമ്മുടെ പോളിഗൺ സെഗ്മെൻറ്റിന് എന്തായിരിക്കും, ടാൻജൻറ്റ് ആയിരിക്കും. ദിസ് ഈസ് നോട്ട് ഇൻ ദ കേസ് ഓഫ് അതർ ഡിഗ്രീസ്. മറ്റു ഡിഗ്രീസിലില്ലാതെ തന്നെ സെക്കൻഡ് ഡിഗ്രീസിൽ മാത്രം എന്താണ് വരുന്നത്, മിഡ് പോയിന്റ് ഓഫ് ഓൾ ദ ഇൻറ്റേർണൽ പോളിഗൺ സെഗ്മെൻറ്റ് മിഡ് പോയിൻറ്റ്സിന് ടാൻജൻ്റ് ആയിരിക്കും എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി കർവ്. അത് നമുക്ക് ഫിഗറിനകത്ത് കാണാം. അതിനകത്ത് കർവ് പാസ് ചെയ്യുന്നത് സെക്കൻഡ് ഡിഗ്രി പോളിഗണിൻ്റെ മിഡ് പോയിൻ്റായിട്ട് ടാൻജൻ്റായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ കർവ്സ് എല്ലാം പോയിരിക്കുന്നത്. അതുപോലെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പോയിൻറ്റുമായിട്ട് നിയറസ്റ്റ് ആയിട്ടായിരിക്കും, അതായത് ആദ്യത്തെ K = 2 എന്ന് പറയുന്നത്. അപ്പോൾ K = 3 എന്ന് പറയുന്ന ലൈൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മുടെ കൺട്രോൾ പോയിൻറ്റ്സുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടായിരിക്കും പോകുന്നത്. K = 4 കുറച്ചുകൂടെ അകന്നു പോകുന്നുണ്ട്. K = 6 ഏറ്റവും ഔട്ടർ. അപ്പോൾ നമ്മൾ ഓരോ സെഗ്മെൻറ്റിൽ കൂടെ ആ കർവ് പോകുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രയൊക്കെ കൺട്രോൾ പോയിൻറ്റ്സിൽ കൂടെയാണ് അത് പാസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ P0 നിന്ന് P1 വന്നു, P2, P3, P4, P5, P6, P7 ഈ ഓരോ കൺട്രോൾ പോയിൻറ്റിൽ കൂടെയും ഇത് പാസ്. അപ്പോൾ P2 to P3 എന്തായിരിക്കും അതിൽ ടച്ച് ചെയ്തിരിക്കും. P3 to P4 to P5 എന്തായിരിക്കും ആ K = 3 എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോൾ പോയിൻറ്റ്സിൻ്റെ പോളിഗണായിട്ട് സെഗ്മെൻറ്റായിട്ട് വളരെ ക്ലോസ് ആയിട്ടായിരിക്കും ഇത് പാസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫിഫ്ത്ത് പോയിന്റ്, ഇഫ് K = the number of control points or n+1 then the resulting B-Spline curve become a Bezier curve. In this case the range U becomes 0 to 1. എന്ന് പറയാൻ നമ്മൾ Kയുടെ വാല്യൂ, അതായത് K എന്താകുന്നു കൺട്രോൾ പോയിൻറ്റ്സിന് ഈക്വൽ ആയി കഴിയുമ്പം നമ്മുടെ B-Spline കർവ് എന്തായിട്ട് മാറുന്നു, ഒരു Bezier കർവായിട്ട് മാറും. അതാണ് നമ്മൾ താഴത്തെ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. മൾട്ടിപ്പിൾ കൺട്രോൾ പോയിൻറ്റ്സും നോട്ട് മൾട്ടിപ്പിൾ കൺട്രോൾ പോയിൻറ്റ്സ്. അതിനകത്ത് P0, P1, P2, P3, P4, P5 എന്ന് പറഞ്ഞ കൺട്രോൾ പോയിൻറ്റ്സ് ഉണ്ട്. അത് P0, P1, P2 എന്ന് പറഞ്ഞ ഏരിയയിൽ എന്തായിരിക്കും B-Spline കർവ് Bezier കർവായിട്ട് മാറിയിരിക്കണം. അതിനുശേഷമുള്ള പോർഷനിൽ അത് സെയിം ആയിട്ട് പോകും. താഴെ വരുമ്പം അത് മൾട്ടിപ്പിൾ കൺട്രോൾ പോയിൻറ്റ്സ് ആണ് വരുന്നത്. P3, P4, P5 എന്ന് പറയുന്നത് ഒറ്റ ലൊക്കേഷനിൽ വന്നാലും B-Spline കർവ് എന്തായിരിക്കും, ആദ്യത്തെ P0, P1 എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ Bezier കർവായിട്ട് ചേഞ്ച് ആകും. അപ്പം കൺട്രോൾ പോയിൻറ്റ്സ് മാറുന്നതനുസരിച്ച് n+1 ആയി കഴിയുമ്പം Bezier കർവ് ആയിട്ട് മാറും. നെക്സ്റ്റ് പോയിന്റ്, മൾട്ടിപ്പിൾ കൺട്രോൾ പോയിൻറ്റ്സ് ഇൻഡ്യൂസ് റീജിയൻസ് ഓഫ് ഹൈ curvature of B-Spline curve. This is useful when creating sharp corners in the curve. അപ്പം ഒരു കർവ് നമുക്ക് ഷാർപ്പ് കോർണേഴ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, മൾട്ടിപ്പിൾ കൺട്രോൾ പോയിൻറ്റ്സിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ദിസ് എഫക്റ്റ് ഈസ് ഈക്വലൻറ്റ് ടു സെയിങ് ദാറ്റ് ദ കർവ് ഈസ് പുൾഡ് മോർ ടുവേഴ്സ് ദ കൺട്രോൾ പോയിൻറ്റ്സ് ബൈ ഇൻക്രീസിങ് ഇറ്റ്സ് multiplicity. Next point, increasing the degree of the curve makes it more difficult to control and to calculate accurately. Therefore, a cubic B-Spline is sufficient for a large number of applications. അപ്പോൾ നമ്മൾ ഡിഗ്രി ഓഫ് ദ കർവിനെ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് വളരെ ഡിഫിക്കൽട്ടി ആയിരിക്കും. പക്ഷേ എന്തായിരിക്കും, ആൻഡ് ടു അക്യുറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനും
ഈ കർവിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്താണ്, ഒരു ക്യൂബിക് ബി സ്പ്ലൈൻ ഈസ് സഫിഷ്യൻറ്റ് ഫോർ ലാർജ് നമ്പർ ഓഫ് ലാർജ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഒരു ക്യൂബിക് ബി സ്പ്ലൈൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഈ താഴെ കൊടുത്ത ഫിഗർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ കൺട്രോൾ പോയിൻറ്റ്സ് ബി സ്പ്ലൈൻ കർവിൻ്റെയാണ്. അതാണ് നമ്മൾ ആദ്യത്തെ പറഞ്ഞ 6th പോയിൻറ്റ്. മൾട്ടിപ്പിൾ പോയിൻറ്റ്സ് കർവ്സിനകത്ത് ഇതിനകത്ത് 1 പോയിൻ്റ് അറ്റ് P3, 2 പോയിൻ്റ് അറ്റ് P3, 3 പോയിൻറ്റ്സ് അറ്റ് P3. P3 തന്നെ നമുക്ക് 3 കൺട്രോൾ പോയിൻറ്റ്സ് വന്നു കഴിയുമ്പം കർവിൽ വരുന്ന വേരിയേഷൻസ് ആണ് P0, P1, P2, P3 ടു P4 റീജിയനിൽ നമുക്ക് 3 വേരിയേഷൻസ് കാണാതിരിക്കും. അപ്പം അതിനകത്ത് കെയുടെ വാല്യൂ 3 ആയിരിക്കും എല്ലാ കർവ്സിനകത്തും.